അപ്പോൾ ഗൈസ് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. കാലത്തെ 6:10 ടു പാരീസ്. അപ്പോൾ ഇവിടുന്ന് കൊളോൺ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റല്ല, ബസ്സാണ് ടു ബേഴ്സി പാരീസ്. പിന്നെ അവിടെ പോയിട്ട് ഓരോന്നൊക്കെ നോക്കണം. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കണത്. പോകുന്ന വഴിക്ക് വെച്ച് ബാക്കി കാണിച്ചു തരാം. ഞാൻ വ്ളോഗ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് മറ്റേ ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കുന്നത്. മറ്റേതെല്ലാം പോർട്രേറ്റ് ആയിരുന്നു. ഇത് ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി. ഞങ്ങളിവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം, ബസ് ടിക്കറ്റ് എടുക്കണം. അത് 2 പരിപാടി. അതിൻ്റെ വഴി നോക്കട്ടെ. ഓക്കെ, ഞങ്ങളുടെ ഹോട്ടലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അത്യാവശ്യം പടുകുറ്റ സാധനമാണ്. അങ്ങോട്ടും ഉണ്ട്. ദാറ്റ്സ് ഓൾസോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഹോട്ടൽസ്. ജോ റൂം കാണിച്ചതായിരുന്നു. ഇത് ഒരു റൂം. ഇതിൽ 1 to 4 എന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ ആക്സസ് കാർഡ് ഉണ്ട്. അപ്പോൾ ഇത് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തുറന്നു തരും. ഇത് തുറന്നു കഴിയുമ്പോൾ ഈ ഒരു റൂമിനകത്ത് വേറെ 4 റൂമുണ്ട്. ഇത് 1, ഇത് 4, ഇത് 3, ഇത് 2. ഇതാണ് എൻ്റെ റൂം. ഈ റൂമിൽ ഇതാണ് ബെഡ്. ഇത് ഇത്ര സ്പേസ് ഉള്ളൂ, പെട്ടി വെക്കാൻ സ്ഥലമുള്ളൂ. ഇത് ആക്ച്വലി റൂം 1ൻ്റെ കിടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കിടക്കുന്നു, അതിൻ്റെ നേരെ മുകളിൽ ഇവിടെ ഒരാൾ കിടക്കുന്നു. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു എന്താണ് ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മുകളിൽ ഒരാൾ കിടക്കുന്നു, താഴെ ഒരാൾ കിടക്കുന്നു. പക്ഷേ പ്രൈവസി ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാധനത്തിന് ഒരു ദിവസം 50 euro, 48 euro ഉണ്ട്. അപ്പോൾ 40 euros കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഹോട്ടൽ സെറ്റപ്പാണ്. ഇൻ ദ സെൻസ് ഹോട്ടൽ അത്ര സൈസുണ്ട്. പക്ഷേ ഇത് ചീപ്പർ ഓപ്ഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. പിന്നെ ബാത്റൂംസ് കോമൺ ആണ്. ഇത് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, ഇത് കുഴപ്പമൊന്നുമില്ല. വാഷ്റൂംസ് വേറെ, പിന്നെ ടോയ്ലറ്റ് വേറെ ആയിട്ടാണ്. അത് ഗേൾസിനും ഗൈസിനും വേറെ വേറെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മുകളിൽ ചിലപ്പോൾ അല്ല, ഓഫ് കോഴ്സ് വേറെ ആയതായിരിക്കും. അത് രഞ്ജിത്ത് തന്നെ പറയും. രഞ്ജിത്ത്, ഹൈ പറയൂ. എങ്ങനെയുണ്ട് കിങ് സൈസ് അക്കോമഡേഷൻ? പക്ഷെ ഇതല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമിന് ഇവിടെ എത്ര ഒരു ദിവസം 100 euro മിനിമം ഉണ്ട്. അതും അത്രയ്ക്ക് ഭയങ്കര ഹൈഫൈ ഹോട്ടലൊന്നും അല്ലാണ്ട്. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ലിവിങ് പോലത്തെ പരിപാടിയാണ്. ഇവിടെ കുറേ ഇന്ന് നൈറ്റ് DJ പരിപാടിയൊക്കെ ഉണ്ട്. സോ 9 മണിക്ക് DJ പരിപാടിയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ലിവിങ് ആണ് ഇവിടെ. ബേസിക്കലി സിംഗിൾ ആൾക്കാർ, കപ്പിൾസ് ഒന്നും വന്ന് താമസിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ കപ്പിൾസ് ആണെങ്കിൽ ഒരു റൂം എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുള്ളൂ. മിനിമം ഒരു റൂം ഒരാൾക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് ഐഫിൾ ടവർ. ഇവിടെ കാണാൻ പറ്റുമോ ഐഫിൾ ടവർ? ഇല്ല, അതങ്ങ് ദൂരെയാണ്. ഇതൊക്കെ പോകണം. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് പോകാൻ തിരിച്ചു. ഡ്രസ്സ് മാറണ്ടോ? ഇത് തന്നെ പോയാലോ? മാറുന്നുണ്ട്. ജീൻസ് മാറണ്ടോ? എന്നാൽ ഞാനും മാറും. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഐഫിൾ ടവർ കാണാൻ പോട്ടെ. ഞങ്ങളുടെ മെട്രോയ്ക്ക് ഡ്രൈവറില്ല. ഇത് ഡ്രൈവർലെസ് മെട്രോ ആണ്. വേണ്ട, തന്നെ പോണേ. അമേസിംഗ് നോ മിസ്റ്റർ ദാസൻ? ഡ്രൈവറില്ലാത്ത വണ്ടിയിലുള്ള റിസ്കിൽ നമ്മൾ ഇരിക്കുന്നത്. അല്ല, ഇപ്പം ഇവനെങ്ങനെ അറിയാം കറക്റ്റ്? ഇത് പൊക്കും പോക്കണ്ട, മോളോട്ട് കയറണ ഔട്ട് സൈഡ് എത്തി നോക്കണം. അപ്പോൾ ഇതാണ് ഗൈസ്
നോട്ടർഡാം കത്തീഡ്രൽ. ഇത് റീസെൻറ്റ് പാസ്റ്റിൽ ഒരു ഫയർ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയതാണ്. അപ്പോൾ അവരതിൻ്റെ റിപ്പയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വളരെ യാദൃശ്ചികമായി ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ ഈ ഐഫൽ ടവറിലേക്ക് പോണ വഴിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി വന്നതല്ല, പക്ഷേ ഈ വഴിയാണ് ഐഫൽ ടവർ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ മറക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും വന്നതാണ്. നമ്മുടെ കൊളോൺ കത്തീഡ്രൽ അത്ര പോരാ, പക്ഷെ അത് മൊത്തം സ്റ്റോണാണ്. ഇത് സ്റ്റോണല്ല, ഇത് വേറെ സാൻഡ് സ്റ്റോണാണ്. അല്ല, ഞങ്ങൾ രാത്രി കയറുന്നില്ല. കൺസ്ട്രക്ഷൻ ഇത് റിപ്പയർ നടന്നിട്ടില്ല. മുകളിലത്തെ പയറൊക്കെ പോയി. ഓക്കെ, പിന്നെ ഐഫൽ ടവറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ദ വേൾഡ് ഫേമസ് ഐഫൽ ടവർ, വൺ ഓഫ് ദി 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ്. സംഗതി കൊള്ളാം. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇങ്ങോട്ട് നടന്ന് കയറാൻ ടിക്കറ്റ് 17 യൂറോ. അത് സെക്കൻഡ് ഫ്ലോർ. അങ്ങോട്ട് നടന്ന് കയറാനായിട്ടും ലിഫ്റ്റ് ടിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നടന്ന് കയറാൻ ടിക്കറ്റ് വേറെ ഉണ്ട്. രണ്ടേയും മണ്ടിൽ ടോപ്പ് ഫ്ലോർ. അങ്ങോട്ടുള്ള ടിക്കറ്റ് 34 യൂറോ, 35 യൂറോ, 50 യൂറോ എങ്ങനെയാണ്. അതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട്. അവിടെ പോയി കഴിക്കണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ യൂറോ കൊടുക്കണം. അപ്പോൾ ദിസ് ഈസ് ദി ഐഫൽ ടവർ. കയറുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ സ്റ്റെപ്പിൽ കൂടെ കുറച്ച് പേരിങ്ങനെ ഉറുമ്പുകളെ പോലെ കയറി പോകുന്നത് കാണാമല്ലോ. അതാണ് നടന്നു കയറുന്നത്. കുറേ സ്റ്റെപ്പുണ്ട്. നമ്മളതിന് കയറാൻ പാടില്ല, നമുക്ക് ജസ്റ്റ് കണ്ടാൽ മതി. സോ യാ, ഇത് റിവർ ക്രൂസിലുള്ള ക്യൂ ആണ്. അതങ്ങനെ പോയി, അതങ്ങനെ പോയി, അതങ്ങനെ പോയി. പിന്നെ അവിടെ ചെന്നിട്ട് അതിൻ്റെ അകത്ത് വേറെ ക്യൂ ഉണ്ട്. എന്താ ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചിട്ട് വരാം. ഞങ്ങൾ ക്രൂസിലാണ് നോട്ടർഡാം കത്തീഡ്രൽ ഉണ്ട്, ബാക്കിയുള്ള ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിൽ നിന്ന് രാത്രി DJ കളിക്കും. പ്ലീസ് നിങ്ങൾ കളിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇത് 1 മണിക്കൂറുണ്ട്. മറ്റേ സ്പാർക്ലിംഗ് കാണാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഐഫൽ ടവർ സ്പാർക്ലിംഗ് 8 മണിക്ക് 9 മണിക്ക്. അത് കാണാൻ മിക്കവാറും ടൈം ഉണ്ടാവില്ല. Sindhu is the Indian restaurant and it's one of the most popular specialty dining options in the Indian Ocean. And if you like it, ഇത് കുറച്ചധികം കരം എടുക്കേണ്ടി വരുമല്ലോ. ഇത് ഒരു വീടാണ് ഗൈസ്. ഇത് പണ്ടത്തെ രാജാവിൻ്റെ വീടാണ്. ഇതിന് പണ്ട് നല്ല കരം അടച്ചിട്ടുണ്ട് പുള്ളി, കാരണം അത്രയ്ക്ക് മുറികളുണ്ട്. ഇത് അന്ത്യമില്ല. ഇത് ഞങ്ങൾ 3ാമത്തെ ബ്രിഡ്ജാണ് ഈ വീടിനെ കാണുന്നത്. അതായത് 3 ബ്രിഡ്ജ് കടന്നിട്ട് വീട് തീരുന്നില്ല, ഇങ്ങനെ കിടക്കുവാണത്. ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് മറ്റേടത്ത് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കേണ്ടല്ലോ. എന്നാലും മതിയാവുന്ന അയ്യോ, നല്ല പൈസ തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ പൈസയല്ലേ, കുഴപ്പമില്ല. Years ago, the first inhabitants were called the Parisians, and they gave the name to the capital, Paris. In front of us also, that's the oldest bridge of the city, years old. A la izquierda, a la isla de la ciudad donde nació la ciudad hace más de 2000 años. Delante de nosotros también el puente nuevo, es el puente más antiguo de París.
Les Indépendants. On the left of the bridge, you can see the board of the palace, which houses the French Parliament, l'Assemblée Nationale, alla izquierda del Palazzo Borbone, a sinistra del monte. Ecco voi il Palazzo Borbone costruito nel XVII secolo, oggi il sede dell'Assemblea Nazionale.